പണി എന്തായാലും നിങ്ങൾക്ക് എന്നെ ആറച്ചാല് പണി നല്ല വൃത്തി ഞാൻ ചെയ്ത് ഇന്ന് വരെ ചെയ്ത കംപ്ലൈന്റ് നിങ്ങളെ പണി അങ്ങനെ വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല വൃത്തിയിൽ അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അവർ കയറപ്പോൾ 2 മണി മാറി. പിന്നെ അതുകൊണ്ടെന്ന് വെച്ചാല് ഒരു കാര്യത്തിലും ബേജാറാണ്ട. വരുന്നില്ല നിങ്ങളല്ലേ വീട്ടിൽ ടൈൽസ് ഇടാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞ അടിപൊളി പണിക്കാരനില്ല. പണിക്കാരൻ മലയാളിയാ? ആ മലയാളി അടിപൊളി പണിക്കാരനാണ്. ഇന്ന് കൊറേ വീടെല്ലാം ഇവനെടുത്ത് നല്ല സൂപ്പർ പണിയാണ്. ഞാൻ ബംഗാളികളെ ആക്കി. ഈ ബംഗാളികളാവുമ്പോണ്ടല്ല പണി പേര് തീർക്കും. എല്ലോളി ഇവിടെ നല്ല നല്ല മലയാളികൾ നല്ല പണിക്കാറില്ലേ? നിങ്ങൾ എന്നിട്ട് ബംഗാളിനെ പണിക്ക് വെച്ചിന് എന്താണെന്നറിയോ നാസറേ? ഈ മലയാളികളാവുമ്പോണ്ടല്ല വെറും ലീവ് എടുക്കലായിരിക്കും. കല്യാണത്തിന് ലീവ്, വീട്ടിൽ കൂടലിന് ലീവ്, ആരെങ്കിലും മരിച്ചാൽ ലീവ്, ഞായറാഴ്ചന്റെ ലീവ്, ഞായറാഴ്ചന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി തിങ്കളാഴ്ച ലീവ് എടുക്കും. ഹിന്ദിക്കാരാവുമ്പോൾ ഭക്ഷണവും കൊടുക്കണ്ട, കൂലിയും കുറവ്, വൃത്തിയിൽ പണിയെടുക്കും. എന്നാ പിന്നെ നിങ്ങൾ ബംഗാളിനെ ആക്കിയില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, എനിക്ക് ബംഗാളി പണിയെടുക്കുന്ന കാണണ്ടേ? വാ വാ. क्या भाई भाई ये वाह क्या भाई നാസറേ, ബാത്റൂമിൽ ടൈൽസ് വെക്കാൻ വേണ്ടി അങ്ങനെ ഹിന്ദി പറയുക? നിങ്ങളല്ലേ ഹിന്ദിക്കാരനാക്കി. നീ സ്വന്തമായിട്ട് അങ്ങ് ഹിന്ദി പറഞ്ഞു. भाई ഫസ്റ്റ് ടൈം സെൻട്രൽ नहीं है, ഫസ്റ്റ് ടൈം ബാത്റൂം ടൈൽസ് വെച്ചോ? ചേട്ടാ മലയാളത്തിൽ പറഞ്ഞ ചേട്ടാ, എനിക്ക് മലയാളം തെറിയും. ഈ ഹിന്ദിക്കാരന് മലയാളം അറിയുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഒരാളെ ഉള്ളൂ പണിക്ക് ഹെൽപ്പർ നെയ്? എല്ലാ ചേട്ടാ ഒരാൾ കൂടി ഉണ്ട് ചേട്ടാ. ചോട്ടു ഇവിടെ ചോട്ടു ടൈൽസ് ഡ്രം വെള്ളത്തിൽ മുക്കി എടുക്കും ചേട്ടാ. വരും ചേട്ടാ. भैया 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 ശരി, എന്നാ നീ പണിയെടുത്തോ, ഞാൻ പോയിട്ട് വരാം. ബംഗാളി എവിടെ പോയേ? ചമച്ച് തുപ്പിട്ട് ടൈൽസ് തൊട്ട കൊളാക്കി വെച്ചിനടാ. ഇതിനെടിയാ പോയത്? ഇവനെന്താ ചെയ്യുന്നവിടാ? എന്താണ് നീയാക്കുന്നവിടാ? എന്താണ് നീയാക്കിയത്? നീ എവിടെയാണ് മൂത്രമൊഴിച്ചത്? പണി തീരാത്ത ബാത്റൂമല്ലേ മൂത്രമൊഴിക്കാൻ? എനിക്ക് പറമ്പത്ത് പോയിട്ട് മൂത്രമൊഴിച്ചുകൂടാ. ചേട്ടാ പറമ്പത്ത് പോയി മൂത്രമൊഴിക്കാൻ ചേട്ടാ പണി തീരുള്ളൂ. ഇവിടെ തന്നെ തോറിക്കോടാ. എന്താ ചേട്ടാ ബംഗാളി എന്താ സിമെന്റ് എല്ലാം വെറുതെ വേസ്റ്റ് ആയിട്ട് കട്ടയാക്കി വെച്ചിന്? വെറുതെ കിട്ടുന്ന നീ പണിയെടുക്കണ്ട, വെച്ചപ്പോ പണിയെടുക്കണ്ട. പോട് സാമാൻ അവിടെ ബംഗാളികൾ ദേഷ്യം പിടിച്ചു പോകുന്ന പഞ്ചാബിന്റെ അടുത്ത് പോകുന്നു. വാ നമുക്ക് ഗഫൂർ ഖാനോട് നോക്കാം. ഇന്ത്യക്കാർ ചീത്ത പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടല്ലോ. പണി നിർത്തിട്ട് പോരാ. ഇന്ത്യക്കാര് പണി മൊത്തം കൊളാക്കി വെച്ചത് അത്രേ. വൃത്തിന്ന് പറഞ്ഞ ഇവന്മാർക്കില്ല. നിങ്ങളല്ലേ പറഞ്ഞ ഇന്ത്യക്കാരുടെ പണി ഭയങ്കരാന്ന്, മലയാളം പോരാന്ന്. ഇപ്പൊ എന്തായി? നിങ്ങളല്ലേ പറഞ്ഞ്
ബംഗാളികൾ ലീവില്ലാണ്ട് പണിയെടുക്കുന്നു. അവരെ നാട് ബംഗാളിലാണ്. അപ്പോൾ അവരെ കുടുംബക്കാരെല്ലാം അവിടെയുള്ളത്. അവരെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളക്കാരെ കുടുംബവും കാര്യങ്ങളെല്ലാം കേരളത്തിലാണ്. അപ്പം കല്യാണം, വീട്ടിൽ കൂടൽ, മരണം, മരണാനന്തരം, ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ പോയി പങ്കെടുക്കേണ്ടി വരും. പിന്നെ പണീനെ സംബന്ധിച്ച് പറയാ വെച്ചാൽ നമ്മളെ മലയാളികൾ എടുക്കുന്ന അത്ര വൃത്തിയിലും അത്ര ഫാസ്റ്റിലും അവർ പണിയെടുക്കുക. കാരണം എന്ന് വെച്ചാൽ അവർ ഒരു ആക്ഷൻ മാത്രമേ ഉള്ളൂ. സിമെൻറ്റ് കട്ടയാക്കിയിട്ടിടും, പോയില്ലേ, ടൈൽസ് വേണ്ടാണ്ട് മുറിച്ചിട്ടിടും, ഉപ്പിയിടും, കൂടിയിടും. ഇതെല്ലാം അവരനുഭവം. നമുക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണ്. ആ ബംഗാളി വരുന്നുണ്ട്, അവരെ പണിസാധനം എടുക്കാൻ വേണ്ടി വരുന്നേ. എന്താ പറഞ്ഞേ? ബാക്കി പൈസ കിതർ ഹൈ? ബാക്കി പൈസ ഒന്നും ഇല്ല, പോയട്ടെ. ചേട്ടാ ബാക്കി പൈസ കൊണ്ട ചേട്ടാ, അത് വാങ്ങിക്കാൻ നമ്മൾ പോകും ചേട്ടാ. പൈസ വേഗം കൊടുത്തേ, അടിച്ചിട്ട് അമർത്തും. നീ എന്താ പൈസ വാങ്ങാണ്ട് പോയേ? നിന്റെ പൈസ എന്താ? പൈസ പിടി. അങ്ങനെ കൊണ്ട ചേട്ടാ, വരട്ടെ ചേട്ടാ.